രാജേഷ്. അയർക്കുന്നതാണ് സ്വദേശം. RCMൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷവും 10 മാസമായിരിക്കുകയാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് RCMലേക്ക് വന്നത്. ഇത് റജിമൻ സാറും പ്രിൻസ് സാറുമാണ് ഇവിടെ RCM ആയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മാറി നിൽക്കുകയായിരുന്നു. കാരണം നമുക്കിതിന് അപരിചിതമായൊരു കാര്യമായിട്ടാണ് ആദ്യം തോന്നിയത്. എന്താണ് പ്രൊഡക്റ്റുകൾ, ഗുണങ്ങൾ. കാരണം വീട്ടിലൊക്കെ ധാരാളം ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇന്നലെ ഇവിടെ വന്നു ഓരോ പ്രൊഡക്റ്റുമായിട്ടൊക്കെ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എങ്ങനെ ഒഴിവാക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത വേണ്ടപ്പെട്ടവർ തന്നെ ഇതിനകത്ത് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ വീട്ടിൽ വാങ്ങിച്ചു. ഏതാണ്ട് 2500-3000 രൂപയുടെ സാധനങ്ങൾ ആദ്യം വാങ്ങിച്ചു. ആദ്യം ഇത് ഞാനൊന്നും ഉപയോഗിച്ചൊന്നുമില്ല. ഉപയോഗിക്കാനുള്ള പ്രേരണകളൊക്കെ ആൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എങ്കിലും ഉപയോഗിക്കാനൊക്കെ ഒരു മടിയായിരുന്നു. പക്ഷേ കുറേ ദിവസങ്ങൾ ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാമെന്ന് കരുതി ആദ്യമായിട്ട് നോക്കിയത് ബിസ്ക്കറ്റാണ്. RCMൻ്റെ ബിസ്ക്കറ്റ് കഴിച്ച് നോക്കി. നമ്മുടെ ഫൈബർ ബിസ്ക്കറ്റാണ് നോക്കിയത്. അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി. മാത്രമല്ല അത് പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് പല്ലിൽ ഒട്ടുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. കാരണം നമ്മുടെ പല്ലിൽ ഒട്ടുന്ന ഏത് ആഹാര സാധനവും വയറ്റിനകത്ത് ഒട്ടും. പിന്നെ അത് കുടലിൽ ഒട്ടിയിരിക്കും. അത് മലബന്ധത്തിന് കാരണമാകും, കോൺസ്റ്റിപ്പേഷന് കാരണമാകും, പല രോഗങ്ങൾക്കും കാരണമാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് വിപണിയിൽ കിട്ടുന്ന പല ബിസ്ക്കറ്റുകളും നമ്മുടെ പല്ലിൽ ഒട്ടുന്നതും അതിനനുസൃതമായിട്ട് തന്നെ നമ്മുടെ വയറ്റിനകത്ത് ഒട്ടി പലതരം രോഗങ്ങൾക്കും കാരണമാകുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെയാണ് RCM ഉൽപ്പന്നം നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നത്. പിന്നെ ഞാനിതിനെപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങി. എന്താണ് RCM? ഇവരുടെ മാർക്കറ്റിംഗ് പ്ലാൻ വായിച്ചു നോക്കി. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ അതിൻ്റെ പ്രൊഫൈലായിട്ട് കണ്ടു. ആദ്യം വിചാരിച്ചതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും, ആൾക്കാരെ പറ്റിക്കാനായിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ വീണ്ടും അതിനെപ്പറ്റി പഠിക്കുകയും പല ക്ലാസ്സുകൾ കൂടുകയും അനുഭവിക്കുകയും കൂടുതലായിട്ട് നമ്മൾ ആൾക്കാരുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കതൊക്കെ വെറുതെ അല്ല, അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ മൊത്തം സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടുന്നതായ ഒരുപാട് നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സംരംഭം ഇന്ന് ഇന്ത്യയിൽ നിലകൊള്ളുന്നത്. കാരണം ധാരാളം ഡയറക്റ്റ് മാർക്കറ്റ് കമ്പനികൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തിനും അവരുടെ സമ്പത്തിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഉതകുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ കമ്പനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾക്ക് യാതൊരു സംശയം കൂടാതെ ജീവിതത്തിൽ ചേർത്ത് നിർത്താം എന്ന് എൻ്റെ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് എടുക്കാൻ തന്നെ ഞാനിന്ന് നിർബന്ധിതനായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും വളരെ ഉറപ്പോടുകൂടി ആരോടും പറയാവുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ ഇതിനകത്തുണ്ട്. അതിലെ ചെറിയൊരു ഉൽപ്പന്നത്തിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അത് നമ്മുടെ ആരോഗ്യവുമായിട്ടും നമ്മുടെ ജീവിതശൈലിയുമായിട്ടും ബന്ധപ്പെട്ടതായതുകൊണ്ടും നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ടുമാണ് ഇവിടെ അത് ഒരു ചർച്ചാ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. ഇനി എന്താണ് ഈ RCM നമ്മൾ ഒരു പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യതയോടെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം ഇതിലെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ സ്വദേശി ഉൽപ്പന്നങ്ങളാണ്, ഒന്നും വിദേശത്തു നിന്ന് വരുന്നതല്ല. ഇന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറും അല്ലെങ്കിൽ ITC പോലെയുള്ള കമ്പനികളും ബ്രിട്ടാനിയ ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം, കോൾഗേറ്റ് ഇങ്ങനെയുള്ള ധാരാളം കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു മാർക്കറ്റിംഗ് ഷെയർ എന്ന് പറയുന്നത് വിദേശത്തേക്ക് പോകുന്നവയാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ RCMൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം ഗുണം കിട്ടുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ്. നമ്മുടെ അകത്തുള്ള ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്തുള്ള ആളുകൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അപ്പം നമ്മുടെ GDP ഗ്രോത്ത് വളരുന്നതിനും സാമ്പത്തികമായ സുരക്ഷ രാജ്യത്തിനുണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ ഗാന്ധിജി പറഞ്ഞ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ലോക്കൽ ഫോർ വോക്കൽ എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയുന്നത്, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള മേന്മയുമുണ്ട്. അതായത് ഫോറിൻ രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ദോഷമാണ്. കാരണം ലോക്കൽ സാധനങ്ങളാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ പരിസ്ഥിതിക്കും എല്ലാം ചേരുന്നത്. എത്രമാത്രം ലോക്കലാവോ അത്രയും നമുക്കത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ സ്വദേശിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ളൊരു മേന്മ ഒരു വശത്ത് നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മേന്മ മറുവശത്തും ഉണ്ടെന്നുള്ളതും
നാം ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അതിനായിട്ട് നമുക്കിതിനെ പ്രചരിപ്പിക്കാനായിട്ട് ധാരാളം മാർഗ്ഗങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു ഡിസ്പ്ലേ വാൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീട്ടിലതുകൊണ്ട് അതിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഡിസ്പ്ലേ വാളിൽ നമുക്കിതെല്ലാം ഈ ഉൽപ്പന്നങ്ങളെല്ലാം വീട്ടിൽ വെക്കുകയും വീട്ടിൽ വരുന്നവരെ നമുക്കത് കാണിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രചരണം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വീട്ടിൽ വരുന്ന അതിഥികളെയും നമ്മുടെ ബന്ധുക്കാരെയും ഒക്കെ കാണിച്ചുകൊണ്ട് നമുക്കിത് പ്രചരിപ്പിക്കാവുന്നതാണ്. അതുപോലെ സോഷ്യൽ മീഡിയാസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഷോപ്പുകളിലേക്ക് നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകാം. പിന്നെ ഓരോ പ്രൊഡക്റ്റുകൾക്കായിരിക്കും നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഇപ്പോൾ സ്ലൈഡുകളൊന്നുമല്ല ഞാനിന്നിവിടെ ഇത് പറയാനായിട്ട് ഉപയോഗിക്കും. ഞാനിതിൻ്റെ ഒരു നോട്ട്ബുക്കിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്, എഴുതി പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ എഴുതി നമ്മൾ പഠിക്കുക വഴി നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അപ്പോൾ നമുക്ക് കൂടുതൽ ഗഹനമായിട്ട് മനസ്സിലാക്കി തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി നമുക്കത് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കതൊരു വിശ്വാസത്തെ ജനിപ്പിക്കുന്നതിന് കാരണമായിട്ട് തിരികുകയും ചെയ്യും. അപ്പം അങ്ങനെ ഡിസ്പ്ലേ വാളിൻ്റെ പ്രാധാന്യം അങ്ങനെ നോക്കുമ്പോൾ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് ഇത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഹോം മീറ്റിങ്ങുകളാണ്. ഹോം മീറ്റിങ്ങുകൾ ധാരാളമായിട്ട് നമ്മൾ സംഘടിപ്പിക്കണം. 1-to-1 മീറ്റിംഗ്, ഇതെല്ലാം ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിലെല്ലാം ഏറെക്കുറെ പങ്കുചേരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇന്ന് RCMൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് RCMൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ, അതിനകത്ത് കാവിക ടൂത്ത് വേസ്റ്റ് അല്ലെ, പ്രധാനമായിട്ടും കാവിക ഇവിടെ 2 തരത്തിലുള്ള ടൂത്ത് വേസ്റ്റുകളാണ് നമുക്കുള്ളത്. കാവിക പച്ചയുണ്ട്, അതുപോലെ തന്നെ കാവിക റെഡും ഉണ്ട്. അപ്പോൾ ഈ 2 ടൂത്ത് വേസ്റ്റുകളുടെയും ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഏകദേശമൊക്കെ. ഇത് പല്ലിന് കേടുണ്ടാക്കത്തില്ല, വായുനാറ്റം ഉണ്ടാക്കുന്നില്ല, അങ്ങനെയുള്ള കേടുകളൊക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയാം. അതോടൊപ്പം തന്നെ പല്ലിന് കേടുണ്ടാകുന്നതിന് കാരണം പല്ല് തേക്കാതിരിക്കുന്നത് മാത്രമല്ല, നാം കഴിക്കുന്ന ഭക്ഷണം, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം. അപ്പം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ പലപ്പോഴും രുചി നോക്കിയാണ്, ആഹാരത്തിൻ്റെ രുചി നോക്കിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. വേവിച്ച ആഹാരങ്ങളിൽ തന്നെ പല്ലിലൊട്ടുന്ന ആഹാര പദാർത്ഥങ്ങളാണ് കൂടുതലും നമ്മുടെ പല്ലിന് ദോഷം വരുന്നത്. കാരണം പശിമയുള്ള ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പല്ലിലൊട്ടുന്ന പദാർത്ഥങ്ങൾ പല്ലിനെ കേടുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ RCMൻ്റെ നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളും ഇതൊന്നും പല്ലിലൊട്ടുന്നവയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒരു പദാർത്ഥങ്ങൾ അവരങ്ങനെ ഉപയോഗിക്കുന്നില്ല. പ്രധാനമായിട്ടും പല്ലിന് ഏറ്റവും കൂടുതൽ ദോഷം വരുത്തുന്ന ഒരു പദാർത്ഥം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര പല്ലുകളെയും എല്ലുകളെയും ഒരുപോലെ ദോഷം വരുത്തുന്നതാണ്. കാരണം പഞ്ചസാര നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിക്കാനായിട്ട് കാൽസ്യം വേണം. കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചസാര ദഹിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ അഭാവം നികത്തുന്നതിനായിട്ട് പഞ്ചസാര ദഹിക്കാനായിട്ട് ശരീരം എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽസ്യം വലിക്കും. അപ്പോൾ ഈ എല്ലിൻ്റെയൊക്കെ ബലം കുറയും. അങ്ങനെയാണ് പല്ലുകൾ കാലക്രമേണ പോടുകൾ ഉണ്ടാകുന്നതും അത് പൊട്ടിപ്പോകുന്നതും. അതുപോലെ തന്നെ മൈദ, വനസ്പതി, ആൽക്കഹോള്, കോള ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ പല്ലിന് കേടുവരുത്തുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളിൽ ഇല്ല. അപ്പോൾ ഇത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ യാത്രകളിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും. ഒരു ദിവസം കഴിച്ചുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇത് ശീലിക്കുന്നതിലൂടെയാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പല്ലിനും എല്ലിനും ഒക്കെ കേടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാളുടെ പല്ല് നന്നായി കഴിഞ്ഞാൽ അയാളുടെ ആരോഗ്യം നന്നായി എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, നാച്ചുറോപ്പതിയുമായിട്ട് നമ്മൾ ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ RCMൻ്റെ ഇത്തരമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ നാച്ചുറോപ്പതി ആയിട്ടും ആയുർവേദമായിട്ടൊക്കെ ഒന്ന് ലിങ്ക് ചെയ്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് പരസ്പര ബന്ധങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഇത് വെറും ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റായിട്ട് മാത്രമല്ല നിൽക്കുന്നത്. ഇതിൻ്റെ പുറകിലുള്ള കാഴ്ചപ്പാട് വളരെ വലുതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ പുറമേയുള്ള കാര്യങ്ങൾ കണ്ട് മാത്രം വിലയിരുത്തിയാണ് പലതും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീടുള്ള എഫക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. അത് രോഗം വന്നു കഴിയുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പല്ലിൻ്റെ സംരക്ഷണം നമ്മൾ ഒരു പ്രായമായി കഴിഞ്ഞ ശേഷം മാത്രം തുടങ്ങേണ്ടതല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങേണ്ടതാണ്. കുട്ടികളെയാണത് ആദ്യം നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്. നമ്മൾ ആദ്യം അതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം വേണം നമ്മുടെ കുട്ടികളെയും നമ്മുടെ ചെറുതലമുറകളെയൊക്കെ നമ്മളത് പറഞ്ഞു കൊടുക്കാനും പരിശീലിപ്പിക്കാനും ചെയ്യേണ്ടത്.
ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ 2 നേരം പല്ല് തേക്കുക എന്നുള്ളത് നിർബന്ധമായിരുന്നു. അന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഹാൻഡ്സും അല്ലെങ്കിൽ കോൾഗേറ്റും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മളന്ന് പിള്ളേരെ അറിയാൻ മേലാതെ പലതരത്തിലൊക്കെ തെറ്റായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ അവർ ഉപയോഗിച്ചിരുന്ന ഉമ്മിക്കരിയാണ്. ഉമ്മിക്കരിക്കകത്ത് ഇച്ചിരി ഉപ്പുമൊക്കെ ചേർത്ത് കുരുമുളകൊക്കെ പൊടിച്ച് നമ്മൾ പല്ല് തേക്കുന്ന രീതിയുണ്ട്. ഞാനും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് പിന്നെ വന്നു. തെറ്റാണെന്ന് ശരിക്കും പറഞ്ഞാൽ തെറ്റല്ലത്, അത് ശരിയാണ്. പക്ഷേ തെറ്റാണെന്ന് പ്രചരിപ്പിച്ചത് മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രൊഡക്റ്റുകളുടെ സെയിലിന് വേണ്ടി അവർ പറഞ്ഞതാണ്. കാരണം അവർ പറഞ്ഞു ഇത് ഈ കുമ്മിക്കരിയൊക്കെ വറ്റിച്ചെന്ന പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് ഈ പേസ്റ്റ് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ പിന്നെ വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പേസ്റ്റുകൾ പലതരത്തിലുള്ള രുചികളിലെ ഫ്ലേവറുകളിലൊക്കെ വരാൻ തുടങ്ങി. അപ്പം നമ്മളത് പലപ്പോഴും പേസ്റ്റൊക്കെ എടുക്കുന്നത് വളരെ വലിയ വലിപ്പത്തിൽ, ഇപ്പം ബ്രഷിൻ്റെ തണ്ടിൻ്റെ അത്രയും വലിപ്പത്തിൽ തന്നെ പേസ്റ്റ് എടുത്ത് വളരെ ആസ്വദിച്ച് പല്ല് തേച്ച് കുറച്ചങ്ങോട്ട് ഇറക്കും. അപ്പോൾ ഇത് കെമിക്കലാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മളതിന് രുചിയാണ് നോക്കുന്നത്. വയറ്റിൽ ചെന്ന് കഴിയുമ്പം പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ഇത് കാരണമാവും. അപ്പോൾ ഇതൊന്നും നമുക്ക് പറഞ്ഞു തരാനൊന്നും ഉള്ള സംവിധാനങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് വേണ്ട തരത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നാച്ചുറോപ്പതിക്കാരൊക്കെ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കണം, അത് ചർച്ച ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് പേസ്റ്റ്, പല്ലുകൾ, ഇതൊക്കെ നമ്മളൊരു കസ്റ്റമറെ കൊണ്ട് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ദന്ത സംരക്ഷണം അല്ലെങ്കിൽ അതിനായിട്ടുള്ള അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബോധ്യമാകുന്ന തരത്തിൽ നമുക്കൊരു അനുഭവം അതിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം എന്താ നമുക്ക് അറിയാം, എവിടെ നോക്കിയാലും ഒരു ദന്താശുപത്രി കാണാം. ഒരു ഗ്രാമത്തിൽ തന്നെ, ഇപ്പം ഞങ്ങളുടെ അയർക്കുന്നത്ത് തന്നെ ഒരു 3-4 ദന്താശുപത്രി ഉണ്ട്. എല്ലായിടത്തും നല്ലതുപോലെ ആളുകളുണ്ട്. കാരണം പല്ലിന് കേട് വരുന്നു, ആൾക്കാർ ദന്തിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നു, അവർ അതിന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. നമുക്കറിയത്തില്ല ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഗൗരവമായ സൈഡ് എഫക്റ്റുകൾ പല്ലിന് വേണ്ടി ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. അത് ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് സിൽവർ അമാൽഗം കൊണ്ട് പല്ലിൻ്റെ പൂടടക്കി എന്നുള്ളത്. സിൽവർ അമാൽഗത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് മെർക്കുറിയാണ്. ഇത് യാദൃശികമായിട്ട് ഈ സിൽവർ അമാൽഗം പൊട്ടുകൊല്ലും ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ പൊട്ടത്തൊന്നുമില്ല, എന്നാലും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകും. ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല ദന്തിസ്റ്റുകൾ ഇതൊന്നും നമ്മളോട് പറയാറില്ല. നമ്മൾ പല്ല് അടയ്ക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പോട് കണ്ടു, നമ്മൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു 10, 200, 300 രൂപയ്ക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ പല്ലിൻ്റെ പോട് അടയ്ക്കുന്ന ഒരു സംവിധാനമാണ് സിൽവർ അമാൽഗം കൊണ്ട് അടയ്ക്കുന്നത്. സിൽവർ അമാൽഗം കൊണ്ട് നമ്മുടെ പല്ലടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് കുറച്ച് കെമിക്കലുകൾ നമ്മുടെ ഉമിനീരുമായിട്ട് കലർന്ന് വയറ്റിനകത്തേക്ക് ഇറങ്ങി ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെടലി വേദന, കഴുത്ത് വേദന, നടുവിന് പിടുത്തം, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. അതിനായിട്ട് നമ്മൾ വേറെ ഡോക്ടറെ കാണാൻ പോകും. അവർ നമുക്ക് മറ്റ് വില കൂടിയ മരുന്നുകളും അല്ലെങ്കിൽ കെമിക്കലുകളും എല്ലാം നമുക്ക് തരും. അങ്ങനെ നിരന്തരം നമ്മൾ ഇങ്ങനെ ആശുപത്രി കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ അറിയാനും ഒക്കെ ഉള്ള അവസരമാണിത്. അതുപോലെ തന്നെ പല്ലിനെ കേട് വരുത്തുന്ന മറ്റൊരു കാര്യം ചൂട് കൂടിയ ഭക്ഷണങ്ങളാണ്. അമിതമായി ചൂടുള്ള ഭക്ഷണം പല്ലുകളെ കേടാക്കും. അതുപോലെ തന്നെ അമിതമായി തണുത്ത ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതും പല്ലിന് കേടുണ്ടാക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല്ല് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരെല്ലാം പച്ചയ്ക്ക് തിന്നുന്നത്. ഇപ്പോൾ സസ്യാഹാരം കഴിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പച്ചയ്ക്കാണ് കഴിക്കുന്നത്. മാംസാഹാരം കഴിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പച്ചയ്ക്കാണ് കഴിക്കുന്നത്. അപ്പോൾ പശു ഒരിക്കലും വേവിച്ചല്ല പുല്ല് തിന്നുന്നത്, അല്ലേ? ഇപ്പം ഒരു പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് നമ്മൾ ഒരു വറുത്ത മീനും ഒരു പച്ച മീനും വെച്ച് കഴിഞ്ഞാൽ പൂച്ച ആദ്യം എടുക്കുന്ന പച്ച മീനായിരിക്കും. പക്ഷെ നമ്മളതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വറുത്ത മീൻ തന്നെ എടുക്കും. അത് മറ്റൊരു കാര്യം. പക്ഷെ നമ്മളങ്ങനെയില്ല. നമ്മളൊരു ഏത്തപ്പഴം ഒരു പുഴുങ്ങിയ ഏത്തപ്പഴവും അല്ലെങ്കിൽ ഒരു ഏത്തയ്ക്ക പോളി ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പച്ച ഏത്തപ്പഴം കണ്ടു കഴിഞ്ഞാൽ, ഏത്തപ്പഴം നമ്മൾ കഴിക്കത്തില്ല, ഏത്തയ്ക്ക പോളി നമ്മൾ കഴിക്കത്തുള്ളൂ. ഏത്തയ്ക്ക പോളി പല്ലിന് അതിൻ്റെ മൈദയൊക്കെ ചേർത്തുണ്ടാക്കി ഏത്തയ്ക്ക പോളിയാണെങ്കിൽ അത് പല്ലിന് കേടുപെടുത്തും. പച്ച ഏത്തയ്ക്കപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അത് പല്ലിനും ഗുണം, നമ്മുടെ വയറിനും ഗുണം, ശരീരത്തിന് മൊത്തത്തിൽ ജീവാംശത്തെ കൂട്ടിത്തരും. അപ്പം പച്ചയ്ക്ക് കഴിക്കാൻ പാകത്തിൽ
തയ്യാറാക്കിയിരിക്കുന്ന, പ്രകൃതി തയ്യാറായിരിക്കുന്ന നമ്മുടെ പല്ലുകളെ വേവിച്ച ആഹാര പദാർത്ഥങ്ങൾ ധാരാളം കഴിച്ച് നമ്മൾ പല്ലുകളെ ഇങ്ങനെ ഓരോ ദിവസം കേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പച്ചയ്ക്കുള്ള ആഹാര സാധനങ്ങൾ, അതായത് പേരയ്ക്ക അല്ലെങ്കിൽ നെല്ലിയ പച്ചപ്പഴങ്ങളോ ഒക്കെ നമ്മൾ കടിച്ച് ചവച്ച് തിന്നണം. അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ പല്ല് സംരക്ഷണം അതിൻ്റെ ഒരു പ്രാഥമിക തലത്തിൽ ഉണ്ടാവത്തുള്ളൂ. പിന്നീടാണ് നമ്മൾ പല്ല് തേക്കുന്ന കാര്യത്തിലേക്കൊക്കെ വരുന്നത്. പല്ല് തേക്കാനായിട്ട് നമുക്ക് വിപണിയിൽ മാർക്കറ്റിൽ കിട്ടുന്ന ടൂത്ത് പേസ്റ്റുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ ടൂത്ത് പേസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പം പ്രധാനമായിട്ടും 2 ടൂത്ത് പേസ്റ്റുകളാണ് നമ്മുടെ കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. മാത്രമല്ല ഒരു പേസ്റ്റും ഒരു ടൂത്ത് പൗഡറും നമുക്കുണ്ട്. അല്ലെ, കാവികോ ദന്തമഞ്ചൻ എന്ന പേരിൽ ഒരു ടൂത്ത് പൗഡറും നമുക്കുണ്ട്. മാത്രമല്ല 2 ടൂത്ത് പേസ്റ്റുകളും കമ്പനി ഇറക്കിയിട്ടുണ്ട്. കാവികോ അൾട്രാ സോഫ്റ്റും പിന്നെ സ്മൈൽ എന്ന പേരിൽ 2 ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പല്ല് തേക്കുമ്പോൾ പേസ്റ്റ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ടൂത്ത് ബ്രഷിൽ നമുക്ക് ശ്രദ്ധിക്കണം. ടൂത്ത് ബ്രഷുകൾ ഹാർഡുണ്ട്, മീഡിയം ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. 3 തരത്തിലുള്ള ടൂത്ത് ബ്രഷുകളുണ്ട്. ഇത് നമുക്ക് ഏറ്റവും നമ്മുടെ പല്ലിന് അനുയോജ്യമായിട്ടുള്ളത് സോഫ്റ്റാണ്, അൾട്രാ സോഫ്റ്റാണ്. അതാണ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നത്. മറ്റ് കമ്പനികളൊക്കെ ഇപ്പോൾ നമുക്കറിയാം, കോൾഗേറ്റിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റ് നമ്മൾ റിലയൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ബ്രഷ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ആ ഫ്രീ ആയിട്ടുള്ള ബ്രഷ് കിട്ടുന്ന ടൈപ്പ് പേസ്റ്റ് നമ്മൾ വാങ്ങിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ആ ബ്രഷ് എന്ന് പറയുന്നത് ഹാർഡായിരിക്കും, അതിന് വളരെ വിലക്കുറവാണ്. അപ്പോൾ ആ പേസ്റ്റ് ചിലവാക്കാൻ വേണ്ടിയിട്ട് കമ്പനി എപ്പോഴും അതിനൂടെ ഫ്രീ ആയിട്ട് ബ്രഷ് കൊടുക്കും. ഈ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടെ പല്ല് തേക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇനാമലെല്ലാം പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമലൊക്കെ പോവും. ദന്തിസ്റ്റുകളെ അടുത്ത് ചെല്ലും, അവർ പല്ല് പറിക്കും, ഗ്യാപ്പ് ഇടും, അങ്ങനെ അതങ്ങ് പോവും. അതേസമയം അൾട്രാ സോഫ്റ്റ് നമ്മുടെ കമ്പനി ഇറക്കിയിരിക്കുന്ന, നിങ്ങൾക്ക് ഇവിടെ കാണാം ചിത്രത്തിൽ, ഇവിടെ അൾട്രാ സോഫ്റ്റ് എന്ന പേരിൽ കമ്പനി ഇറക്കിയിരിക്കുന്ന ടൂത്ത് ബ്രഷ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് പല്ലുകൾക്ക് കേടുവരുത്തുന്നില്ല, പല്ലുകളുടെ ഇനാമൽ ഇളക്കിക്കളയുന്നില്ല, പല്ലുകളെ വൃത്തിയാക്കുന്നു. മാത്രമല്ല പല്ലിൻ്റെ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ വേപ്പിൻ്റെ കമ്പ് ഉപയോഗിച്ച് പല്ല് തേക്കും. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും വേപ്പൻ കമ്പ് ഉപയോഗിച്ച് പല്ല് തേക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം അവിടെ കൂടുതലും ഗ്രാമങ്ങളാണല്ലോ. നമ്മുടെ ഇതുപോലെയുള്ള ഒരു പട്ടണ സംസ്കാരത്തോടു കൂടിയ ഗ്രാമങ്ങളൊന്നുമല്ല നോർത്ത് ഇന്ത്യയിലുള്ളത്. ഇപ്പോഴും ഗ്രാമങ്ങൾ തന്നെയാണ്. വേപ്പിൻ കമ്പാണ് ഉപയോഗിക്കുന്നത്. വേപ്പിൻ കമ്പ് ചതച്ചതിൻ്റെ ഇതുകൊണ്ട് നാരുപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ അതിന് പല്ലുകളുടെ ഇനാമിൽ ഇളക്കി കളയാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പോൾ അത് ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രഷ് ഒരു 3 മാസത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കരുത്. 3 മാസം കഴിയുമ്പോൾ ഈ ബ്രഷ് നമ്മൾ മാറണം. അങ്ങനെ കമ്പനി ഇതിൻ്റെ ഇൻസ്ട്രക്ഷനകത്ത് ബ്രഷ് കൊടുത്തിട്ടുമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. 3 മാസം മാക്സിമം മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അതിനുശേഷം ബ്രഷ് മാറണം. മാറിയില്ലെങ്കിൽ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബ്രഷിൻ്റെ ഭാഗങ്ങൾ കുറച്ച് പൊടിയായിട്ട് പൊടിഞ്ഞ് നമ്മുടെ വായിൽ പറ്റി പിടിക്കും, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ ടൂത്ത് ബ്രഷുകൾ നമ്മൾ മാറണം. അത് അൾട്രാ സോഫ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മീഡിയം ഹാർഡ് ടൂത്ത് ബ്രഷുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. അതുകൊണ്ട് നമുക്ക് പേസ്റ്റുകളൊക്കെ ഒരു പരിചയപ്പെടുമ്പോൾ, ഇപ്പോൾ കാവികോ ഫോർ സീറോ ഡെൻ്റൽ വറീസ് എന്ന പേരിലാണിത് ഇറക്കിയിരിക്കുന്നത്. റെഡ്. ഇത് കമ്പനി നിർദ്ദേശിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കാനായിട്ടാണ്. വൈകുന്നേരങ്ങൾ ഉദ്ദേശിക്കുന്നത് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വൈകിട്ടത്തെ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കേണ്ട ഒരു ടൂത്ത് ബ്രഷായിട്ടാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. 2 നേരം ഉപയോഗിക്കുന്നതിനും തെറ്റൊന്നും കാണുന്നില്ല, എങ്കിലും നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിന് ഒരു ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുതിന എന്ന് പറയുന്ന നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു സസ്യം, പുതിനയില. നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പുതിനയില. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞത് വായുനാറ്റം ഒഴിവാക്കുന്നതാണ്, ഇത് പല്ലുവേദനയെ ശമിപ്പിക്കുന്നതാണ്. പുതിന നമുക്ക് പച്ചക്കാണെങ്കിലും ചവച്ച് തിന്നുന്ന പല്ല് നല്ലതാണ്. പച്ചക്കാണെങ്കിലും നമുക്ക് ചവച്ച് തിന്നാം.
ഭക്ഷണപദാർത്ഥങ്ങൾ ചേർക്കുന്നത് കൂടാതെ തന്നെ അങ്ങനെ നമ്മൾ കഴിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ പച്ചക്കാണല്ലോ ഇതൊക്കെ കഴിക്കാം. പച്ചക്ക് കഴിക്കുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് സാധ്യമാവുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ കാപ്പിക്ക് ഓൾറൗണ്ടറിനകത്തെ പ്രധാന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് പുതിനയാണ്. ഇത് നമ്മുടെ വായിക്കും ശ്വാസത്തിനൊക്കെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് നൽകുന്നതാണ്. അടുത്തായിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രാമ്പൂ സത്താണ്. ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജന്റാണ്. മാത്രമല്ല അതൊരു വേദന സംഹാരി ഗുണം കൂടി ഇതിന് അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും പല്ലുവേദനയൊക്കെ ഉണ്ടാകാറുണ്ട് നമുക്ക്. അത് മുമ്പേ പറഞ്ഞ കാരണങ്ങൾ അതിനെല്ലാം. ആ കാരണങ്ങളെ ഒഴിവാക്കിയാൽ നമുക്ക് പല്ലുവേദന ഉണ്ടാകത്തില്ല അല്ലേ. നമുക്ക് മുമ്പേ പറഞ്ഞ പഞ്ചസാര ഒഴിവാക്കുക, മൈദ, വനസ്പതി, കോളയാണ് ഏറ്റവും അപകടം. ഇതൊക്കെ ഒഴിവാക്കുക. ഇപ്പം പലതരത്തിലുള്ള മോശം ബാക്ടീരിയ വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മീനും നമ്മൾ ചവച്ച് തിന്നുമ്പോഴാണ്. ഇപ്പം പ്രത്യേകിച്ച് പോത്തിറച്ചിയൊക്കെ നമ്മൾ ചവച്ച് തിന്നുമ്പോൾ ഇതിൻ്റെ നാരുകൾ പല്ലിനിടയിൽ കയറിയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ ആണെങ്കിൽ കഴിക്കുന്നതെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കില്ല. പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഒട്ടും ശ്രദ്ധിക്കത്തില്ല. പല്ലിനിടയിൽ ഇതിൻ്റെ നാരുകൾ കയറിയിരിക്കും, ഇറച്ചിയുടെ നാരുകൾ കയറിയിരിക്കും. അത് അവിടെ ഇരുന്ന് ചെയ്യിച്ചിട്ട് മോശം ബാക്ടീരിയകൾ അവിടെ ഉണ്ടാവും. ഈ ബാക്ടീരിയ അവിടെ ഇരുന്ന് നമ്മുടെ പല്ലിനെ ദ്രവിപ്പിക്കും, അസിഡിക്ക് കണ്ടന്റ് കൂട്ടി കൊടുക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ബേസ് എന്ന് പറയുന്ന ആൽക്കലൈനാണ് അല്ലേ. ആൽക്കലൈന് പകരമായിട്ട് ഇവിടെ അസിഡിറ്റി ഉണ്ടാവും. ഈ അസിഡിറ്റി പല്ലിനെ നശിപ്പിക്കും. മോശം ബാക്ടീരിയകളുടെ അളവും അവിടെ കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള മോശം ബാക്ടീരിയകളെയും അസിഡ് നശിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സാധനം, ഏറ്റവും നല്ലൊരു പദാർത്ഥമെന്നാണ് ഗ്രാമ്പൂ സത്ത്. ആ ഗ്രാമ്പൂ സത്ത് ഇതിനകത്തുണ്ട്. അത് വേദന സംഹാരിയാണ്, മോണയിലെ രക്തസ്രാവത്തെ ഇല്ലാതാക്കുന്നതാണ്. അതെല്ലാമാണ് അതിൻ്റെ ഗുണങ്ങളായിട്ട് പറയുന്നത്. ഗ്രാമ്പൂ സത്ത്, അപ്പോൾ ആദ്യം പറഞ്ഞത് പുതിന, പിന്നെ ഗ്രാമ്പൂ സത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന മറ്റൊരു കണ്ടന്റ് എന്ന് പറയുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം അത് മോണകളെയും പല്ലുകളെയും ബലപ്പെടുത്തുന്നതാണ്. കർപ്പൂരം മോണകളെയും പല്ലുകളെയും ബലപ്പെടുത്തുന്നു. ഇതൊക്കെ നിങ്ങൾ എഴുതി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് വാൽനട്ട് പുറന്തൊലി. വാൽനട്ടിൻ്റെ പുറന്തൊലി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് മോണയുടെ വീക്കം കുറയ്ക്കുന്നു, പല നീരുകളൊക്കെ ഉണ്ടാകുന്നതൊക്കെ കുറയ്ക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ പല്ലുകളെ ശക്തിപ്പെടുത്തുന്നു. പിന്നെ ഉള്ളത് കറുവപ്പട്ടയാണ്. ഇപ്പോൾ വായുടെ ആരോഗ്യം അല്ലേ, ഫലപ്രദമായ ഒരു ശുചീകരണ സാധനം കറുവപ്പട്ട എന്ന് പറയുന്നത്, കറുവപ്പട്ട സത്ത്. അടുത്തത് മെന്തോളാണ്. മെന്തോൾ ഇത് ശ്വാസത്തെ പുതുക്കുന്നു. ശ്വാസത്തിന് നല്ല ഫ്രഷ് ഫീലിംഗ് ഇതിനെ കൊടുക്കുന്നുണ്ട്. പല്ലുകളെ വെളുപ്പിക്കുന്നു. പല്ലുകൾക്ക് നല്ല വെണ്മയും അല്ലെങ്കിൽ നല്ല തിളക്കം അതൊക്കെ കൊടുക്കാനായിട്ട് മെന്തോള് സാധിക്കുന്നു. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു സാധനമാണ് ഇരട്ടി മധുരം. ഇതും ഇതിൻ്റെ ബാക്ടീരിയകളെ നീക്കം ചെയ്യാനായിട്ടും പല്ലുകളെ വെണ്മയുള്ളതാക്കി മാറ്റാനായിട്ടും സാധിക്കുന്നു. പിന്നെ അടുത്തുള്ളത് സ്ഫടികക്കാരം എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത്. സ്ഫടികക്കാരം എന്താണെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, കാരണം എനിക്ക് പരിചയമുള്ളൊരു വാക്കല്ലത്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സ്ഫടികക്കാരം. ചൂടിലും തണുപ്പിലുമുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നു. അപ്പോൾ ചൂടിലും ഇപ്പം നമ്മൾക്കറിയാം, ഈ അമിതമായ ചൂടും അമിതമായ തണുപ്പും പല്ലിന് കേടാണ്. ഇപ്പം കണ്ടമാനം ചൂടുള്ള, ഇപ്പം ചിലർക്കുണ്ട് ഭയങ്കര ചൂടോടുകൂടിയാണ്. ഇപ്പം ഒരു ഏത്തക്കാപ്പൊളി എണ്ണയിൽ നിന്ന് എടുത്തു നല്ല ചൂടോടെ കടിച്ചു തിന്നുക, അത് പല്ലിനെ നശിപ്പിക്കും, പല്ലിന് കേടുവരുത്തും. അപ്പോൾ അതുകൊണ്ട് അമിതമായ ചൂടുള്ള ഒരു സാധനവും നമ്മൾ പല്ലുമായിട്ട് സ്പർശിക്കാൻ പാടില്ല. അതുപോലെ അമിതമായ തണുപ്പ് മുമ്പേ പറഞ്ഞതാണ്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഐസ്ക്രീമുകൾ ഇതൊക്കെ പിള്ളേരൊക്കെ കഴിക്കുന്ന കാണണം. വെറുതെ ഇരുന്ന് അവർ വളരെ ആസ്വദിച്ച് പല്ലിലൊക്കെ മുട്ടിച്ചതും കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ പല്ലിന് കേട്, അല്ലെങ്കിൽ പല്ലിൻ്റെ പോട്, പല്ലിനകത്ത് ചെറിയ കാവിറ്റികൾ ഉണ്ടാവുക. പിന്നെ അത് അടയ്ക്കാനായിട്ട് പോവുക. അടയ്ക്കുമ്പോൾ അവർ ഏറ്റവും റേറ്റ് കുറഞ്ഞ സിൽവർ മാൽഗം വെച്ച് അടയ്ക്കും. ഒരിക്കലും സിൽവർ മാൽഗം വെച്ചല്ല അടയ്ക്കേണ്ട. പല്ല് ഇപ്പം പുതിയ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗ്ലാസ് അമാൽഗം അങ്ങനെ എന്തോ പേരിലൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. ബ്രിഡ്ജിങ് വന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യുക. റൂട്ട് കനാൽ ഒരിക്കലും ചെയ്യരുത്. ഏറ്റവും അപകടം പിടിച്ചാണ് റൂട്ട് കനാൽ. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് പലതരത്തിൽ നമ്മുടെ ബോഡിയിൽ മൊത്തം ഉണ്ടാകും. ക്ഷീണം, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതിനെപ്പറ്റിയുള്ള വിശദമായ പഠനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പലതും നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന പഠനങ്ങളാണ് അത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തം രീതിയിൽ അതൊക്കെ കണ്ടുപിടിക്കുക. അപ്പം അതുപോലെ തന്നെ പല്ലിന് കമ്പി ഇടുന്നത്. ഇപ്പം കമ്പി ഇടുന്നത് നമുക്ക് പല്ല് നേരെയാക്കാനായിട്ട് കമ്പി ഇടണം. ഒരിക്കലും ഒരു മെറ്റൽ കണ്ടന്റും നമ്മുടെ പല്ലുമായിട്ട് ഘടിപ്പിക്കരുത്. അത് ഏറ്റവും അപകടം നിറഞ്ഞതാണ്. കാരണം അതിൽ നിന്നൊക്കെയുള്ള കെമിക്കലുകൾ നമ്മുടെ ബോഡിയിലേക്ക്
എപ്പോഴും ഓർക്കുക, പല്ലുമായിട്ട് എന്തെങ്കിലും ടച്ചിങ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഉമിനീരിൽ കലർന്ന് വയറ്റിനകത്ത് ചെല്ലും. ഇപ്പം പല്ല് അടയ്ക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ പല്ല് ഗ്യാപ്പ് ഇടുന്നത്, ഇപ്പം നമുക്കറിയാം അത് ഈ പലതരത്തിലുള്ള പശ വെച്ചാണ് അത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്, ഒട്ടിക്കുന്നത് പശ വെച്ചാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പശ അങ്ങോട്ട് ഇളകും. പശ ഇളകിയിട്ട് ആ പശയെല്ലാം അവിടെ ഇറങ്ങി നമ്മുടെ വയറ്റിൽ ചെല്ലും. പിന്നെ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഇങ്ങനെ കാരണമനുസരിച്ച് സ്കാനിങ് ആയി, എക്സ്റേ ആയി, പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളായി, ഇതൊക്കെയായി. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം ഇരട്ടി മധുരം പൗഡർ ബാക്ടീരിയ നീക്കം ചെയ്യുന്നു, പല്ലുകൾക്ക് തിളക്കം നൽകുന്നു. അത് മുമ്പ് പറഞ്ഞതാണ്. പിന്നെ സ്ഫടികക്കാരം, ഗ്രാമ്പു, പുതിനയില, പിന്നെ മറ്റൊരു സാധനം ഹിമാലയൻ മേഖലയിൽ വളരുന്ന ഒരു അവിശ്വസദ്യമായ അകർക്കാര. ഇത് വായിലെ ദുർഗന്ധം നീക്കം ചെയ്യാനായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് പരിചയമുള്ളതല്ല, ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ രീതിയിൽ നിന്ന് വരുന്നതാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഈ ഓൾറൗണ്ടറിനകത്ത് ഉള്ളിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് പുതിന, ഗ്രാമ്പൂസത്ത്, കർപ്പൂരം, വാൽനട്ട് പുറന്തലി, കറുവപ്പട്ട, മെന്തോൾ എന്നിവയൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് ഈ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് വൈകുന്നേരം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നമ്മുടെ കസ്റ്റമറുമായിട്ട് പറയാം, നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് പല്ലിന് കേടായിട്ട് പലരും നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങളും നമ്മളവരോട് പറഞ്ഞു കൊടുക്കണം. പല്ല് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ ജനറലായിട്ട്. ചുമ്മാ വെറുതെ പല്ല് തേച്ചോ എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ പേസ്റ്റിനകത്തെല്ലാം ഉണ്ട്, പല്ല് തേച്ചോ അസുഖങ്ങൾ മാറും എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് നമ്മുടെ പല്ലിൻ്റെ കേട് മാറണമെന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള കരുതലുകളിലൂടെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്കത് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവുകയും നമ്മൾ പറയുന്നതിനകത്തുള്ള യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് ശരിക്കും നമ്മളത് ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മുടെ കുട്ടികളെയാണ്, കാരണം അവരാണ് വളർന്നു വരുന്നത്. അപ്പോൾ പല്ലിന് കേടില്ലാത്ത ഒരു തലമുറയാണ് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ സമൂഹത്തിൽ അത് ഉണ്ടാവണം. പല്ലിന് കേടില്ലാത്ത വിധത്തിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ മുതിർന്നവരായി നമ്മളത് ശീലിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് അതിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് കമ്പനി അവതരിപ്പിക്കുന്ന ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് കാവിഗോ ഗ്രീൻ ആണ്, സീറോ ഡെന്റൽ വറീസ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. അപ്പോൾ ഇതിനകത്തും കുറേ കണ്ടന്റ്സ് എല്ലാം ഉണ്ട്, എങ്കിലും പ്രധാനമായിട്ടും നമ്മൾ അടങ്ങിയിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ സത്തും ഗ്രാമ്പുവുമാണ്. അപ്പം കാവിഗോ റെഡിൽ അടങ്ങിയിരിക്കുന്ന ഗ്രാമ്പു സത്ത് ഇതിനകത്തും ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ളത് ആര്യവേപ്പിൻ്റെ സത്താണ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ സത്ത് എന്ന് പറഞ്ഞാൽ അത് വായുനാറ്റം അകറ്റുന്നു. അപ്പോൾ പലരും ഒന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വായുനാറ്റം. വായുനാറ്റം ഉണ്ടാകാൻ പല്ല് മാത്രമല്ല കാരണം, നമ്മുടെ വയറ്റിലെ പ്രശ്നം കൊണ്ടും വായുനാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വയറ് ശരിയില്ലെങ്കിൽ വായുനാറ്റം വരും. കരൾ രോഗങ്ങളുണ്ടെങ്കിൽ, കരളിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ വായുനാറ്റം വരും. അപ്പോൾ നമ്മൾ പല്ലിൻ്റെ വായുനാറ്റമായിട്ട് തെറ്റിദ്ധരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കരൾ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ കരൾ ക്ലിയർ ആകാനുള്ള അല്ലെങ്കിൽ കരളിനെ നന്നാക്കാനുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ ടാബ്ലറ്റ്സും നമുക്ക് ഉണ്ട്, ബയോയേജ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും, എല്ലാ വായുനാറ്റവും പല്ലിൻ്റെ തകരാറ് കൊണ്ട് വരുന്നതല്ല, അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആർക്കെങ്കിലും പല്ലിൻ്റെ തകരാറുണ്ടെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ചാടി കയറി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ചിട്ട് വായുനാറ്റം മാറുന്നില്ലെങ്കിൽ നമ്മളെ കുറ്റം പറയും. അപ്പോൾ അതുകൊണ്ട് കരളിൻ്റെ തകരാറ് ഉണ്ടെങ്കിലും വായുനാറ്റം വരും. അപ്പോൾ അതിനായിട്ടുള്ള ബയോയേജ് പോലെയുള്ളതും നമുക്ക് നമ്മൾ അങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ടേ പറയാവുള്ളൂ. അപ്പോൾ ഇത് സാധാരണ രീതിയിലുള്ള വായുനാറ്റം. അപ്പോൾ ഇറച്ചി, മീന് ഇതൊക്കെ തലേ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ വായുനാറ്റം വരും. രാത്രി 7 മണിക്ക് ശേഷം നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് പല്ലിനും നമ്മുടെ വയറിനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഏറ്റവും നല്ലത്. ഇറച്ചി, മീനും ശരിക്കും വൈകുന്നേരം ഉപയോഗിക്കുകയും ചെയ്യരുത്, അത് ഉച്ചകൊണ്ട് നിർത്തിക്കണം. ഉച്ചക്കത്തെ ആഹാരത്തിൽ നമുക്ക് ഇറച്ചി, മീനൊക്കെ താല്പര്യമുള്ളവർക്ക് കഴിക്കാതിരിക്കുന്നതാണ്. നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച് RCMൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇറച്ചി, മീനും നമുക്കില്ല, അതിന് പകരമാണ് നമുക്ക് വെജ് വെയിറ്റും പ്രോട്ടീൻസും ഒക്കെ കമ്പനി നമുക്ക് നൽകിയിരിക്കുന്നത്. അഹിംസയിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അഹിംസയാണ് നമ്മുടെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആശയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെക്കുന്നവരാണ്. ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് മനുഷ്യന് വിധിച്ച ആഹാരമല്ല, നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് വിധിച്ചിരിക്കുന്നത് സസ്യാഹാരം മാത്രമാണ്. ഇറച്ചി, മീനും ഒക്കെ കഴിക്കേണ്ട ജീവികളുടെ പല്ലുകൾ നോക്കിയാൽ നമുക്കറിയാം, കൂർത്തിരിക്കുന്ന പല്ലുകളാണ്. ഇപ്പോൾ പൂച്ചയുടെയും പട്ടിയുടെയും ഒക്കെ പല്ലുകൾ നോക്കുക, അതെല്ലാം കൂർത്തിരിക്കുന്ന പല്ലുകളാണ്. അത് നല്ല ശൂലം പോലെ ഇരിക്കും, അവർക്ക് പരന്ന പല്ലുകളൊന്നുമില്ല. നമ്മുടെ പല്ലുകളൊക്കെ പരന്നതാണ്. ഇപ്പോൾ പശുവിൻ്റെ പല്ല് നോക്കി പരന്നായിരിക്കുന്നത്, അതേസമയം പൂച്ചയുടെ പല്ല് നോക്കി കൂർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കത് കടിച്ച് പറിച്ച് മാന്തി കഴിക്കണമെങ്കിൽ കൂർത്ത നഖങ്ങളും കൂർത്ത പല്ലുകളും അവർക്ക് വേണം. നമുക്കങ്ങനെയൊന്നുമില്ല, നമ്മൾ കൊതി കൊണ്ട് കഴിക്കുന്നതാണ്.
ഇപ്പോൾ കൊതി കൂടി നമ്മൾ ഇതെല്ലാം കഴിച്ചെന്ന് മഹാരോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മളിപ്പം പ്രത്യേക ഡിഷസ് എല്ലാം ഇങ്ങനെ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതെല്ലാം കൊതി പൂണ്ട് നമ്മൾ കഴിക്കും, സമയം നോക്കത്തില്ല. അർദ്ധരാത്രി 12 മണിക്കും നമ്മൾ ഇതെല്ലാം യഥേഷ്ടം കഴിച്ച് പല്ലിൻ്റെ വിടവെല്ലാം നമ്മൾ ഇതുകൊണ്ട് തന്നെ അങ്ങ് നിറച്ച് നേരം വെളുക്കുമ്പോഴത്തേക്കും വായിൽ നല്ല നാറ്റം. നമ്മൾ ഉടനെ എന്തെങ്കിലും മൗത്ത് ഫ്രഷ് വായിലടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പേസ്റ്റ് എടുത്ത് തേക്കും. അതും അലക്ഷ്യമായിട്ട് തന്നെയാണ് തേക്കുന്നത്. ഏതോ ഒരു ടൂത്ത് ബ്രഷ് കിട്ടി, കുറച്ച് പേസ്റ്റ് എടുത്ത് വാരി തൂത്ത് പരസ്യക്കാർ കാണിക്കുന്ന പോലെ 1 ഇഞ്ച് നീളത്തിൽ പേസ്റ്റ് എടുത്ത് വായിലേക്ക് വെച്ച് അങ്ങോട്ട് തേച്ച് വിടുന്നു. പല്ല് തേക്കുന്നതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല്ലൊരിക്കലും ഇങ്ങനെയല്ല തേക്കേണ്ടത്, ലംബമായിട്ടല്ല, ഇങ്ങനെയല്ല തേക്കേണ്ടത്, വെർട്ടിക്കലായിട്ട് തേക്കേണ്ടത്. ബ്രഷ് പിടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ പല്ല് തേക്കുന്നു. ഇപ്പോൾ 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവരുടെയും പല്ലുകളൊക്കെ കേടാകുന്നു. അപ്പോൾ പറഞ്ഞു പോകുന്നത് വായുനാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാ വായുനാറ്റവും പല്ലിൻ്റെ കേടുകൊണ്ടാകണമെന്നില്ല, ഉദരത്തിൻ്റെ പ്രശ്നം കൊണ്ടും വായുനാറ്റം വരാം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പല്ല് തേക്കുന്നിടത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മൂന്നാമതൊരു പ്രൊഡക്റ്റ് കൂടെ കമ്പനിക്കുണ്ട്. വളരെ നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള പൽപ്പൊടി, കാവികോ ദന്ത് മഞ്ചൻ എന്ന പേരിലൊരു പൽപ്പൊടി കമ്പനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണമാണത്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണത്, കാവികോ ദന്ത് മഞ്ചൻ. ഏതാണ്ട് 22ഓളം പച്ചമരുന്നുകളുടെ ഒരു സംയുക്തമാണ്, ഒരു ചേരുവയാണ് ഈ കാവികോ ദന്ത് മഞ്ചൻ. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നെല്ലിക്കായുടെ പൊടി ചേർത്തിട്ടുണ്ട്. നെല്ലിക്കായുടെ സത്ത് അല്ലെങ്കിൽ നെല്ലിക്ക പൊടിച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു രീതി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്, 4 ഗ്രാം നമ്മുടെ കയ്യിലെടുത്തിട്ട് നനഞ്ഞ വിരൽ കൊണ്ട് മോണ നന്നായിട്ട് തടവി തേക്കണം. കാരണം ഇതിനകത്തൊരു ചെറിയൊരു സിലിക്കയുടെ അംശം കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഗ്രിപ്പൊക്കെ ഉണ്ട്. പല്ലൊക്കെ വെളുപ്പിക്കാനും അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ വിടവുകൾക്കകത്തുള്ള കറകളും ചെളികളും ഒക്കെ കളയാനായിട്ടുമൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ദന്ത് മഞ്ചൻ എന്ന പേരിലുള്ള ഈ പൽപ്പൊടി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും ബ്രഷ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ പല്ല് മസാജ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു പൽപ്പൊടിയാണ് കാവികയുടെ ദന്ത് മഞ്ചൻ. അത് വളരെ കുറച്ച് അളവിന് എടുത്താൽ മതി, അധികമൊന്നും എടുക്കണ്ട. വൈകുന്നേരങ്ങളിൽ രാത്രിയിലൊക്കെ പല്ലിനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മോണകളുടെയൊക്കെ വീക്കം മാറാനും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ചെയ്യണം. കാരണം ഈ പലരുടെയും പല്ലുകളൊക്കെ പൊങ്ങി വരുന്നതിനുള്ള പ്രധാന കാരണം ഈ വേണ്ട തരത്തിലുള്ള മസാജ്, ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ചെറുവിരൽ ഉപയോഗിച്ച് തന്നെ നമ്മൾ പല്ല് തേക്കണം. നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് തന്നെ പല്ല് നല്ലപോലെ തടവി നമ്മളത് പൽപ്പൊടി ഉപയോഗിച്ച് തന്നെ തേക്കണം. പണ്ടുള്ളവർ ഉമ്മിക്കരി ഉപയോഗിച്ചാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത്. ഇത്രയും ആരോഗ്യ പ്രശ്നം അവർക്കുണ്ടായിരുന്നില്ല. അവരോട് ദന്തിസ്റ്റിൻ്റെ അടുത്തും പോയിരുന്നില്ല. അവർ 100 വയസ്സ് വരെ സുഖമായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ 90 വയസ്സ് വരെ 80 വയസ്സ് വരെ പല്ലിന് യാതൊരു കേടുമില്ലാതെ ജീവിച്ചു. ഉമ്മിക്കരിയും അതിനകത്ത് കുരുമുളക് പൊടിച്ചിട്ടതും ഉപ്പുമൊക്കെ ചേർത്തുള്ള ഒരു പല്ല് തേപ്പായിരുന്നു. അല്ലെങ്കിൽ മാവിൻ്റെ ഇല കൊണ്ട് പല്ല് തേക്കും, ഇങ്ങനെയൊക്കെയായിരുന്നു. അവർക്ക് അത്രയും ആരോഗ്യ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നമുക്ക് വിദ്യാഭ്യാസം കൂടി നമ്മൾ പുതിയ രീതിയിലുള്ള പരിഷ്കാരങ്ങളിലേക്ക് വന്നു. അവിടെയെല്ലാം നമ്മളെ മൾട്ടിനാഷണൽ കമ്പനികൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ കാണിച്ച് പറ്റിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്കിന്നുണ്ട്. അപ്പം ഈ കാവികോ ദന്ത് മഞ്ചൻ നമുക്ക് ധൈര്യപൂർവ്വം ആർക്കും നിർദ്ദേശിക്കാവുന്നതാണ്. വലിയ വിലയൊന്നുമില്ല, 56 രൂപ അതിനുള്ളൂ. മറ്റ് ടൂത്ത് പൗഡർ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന KP നമ്പൂതിരീസ്, വൈദ്യരത്നം അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ ടൂത്ത് പൗഡറുകളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ അതെല്ലാം നിർത്തി. ഇപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ വളരെ വില കൂടുതലാണ്. അതിനകത്ത് കണ്ടന്റ് തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം വൈദ്യരത്നത്തിൻ്റെ ടൂത്ത് പൗഡറിൻ്റെ ഒരു ബോട്ടിലിന് നമ്മൾ 70 രൂപ കൊടുക്കുമ്പോൾ ഇതിനകത്ത് 56 രൂപ കൊടുത്താൽ മതി. രണ്ടിനകത്തും ഒരേ കണ്ടന്റ് തന്നെ. ഇതിനകത്ത് ചിലപ്പോൾ കൂടുതലുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് പൈസ ലാഭമുണ്ട്, ഗുണം കൂടുതലുമുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ പർച്ചേസ് മൂല്യമുണ്ട്, അത് നമുക്ക് കിട്ടും. അപ്പം പല്ല് എല്ലാ ദിവസവും ബ്രഷ് ഉപയോഗിച്ച് തേക്കുന്നതിന് ഇടവേള കൊടുത്തുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ കാവികോ ദന്ത് മഞ്ചൻ എന്ന ടൂത്ത് പൗഡർ വെച്ച് മോണയൊക്കെ തടവി നമുക്ക് ഒരു മസാജ് നമ്മുടെ പല്ലിന് തന്നെ. അപ്പോൾ പല്ലുകൾ പൊങ്ങുന്നതൊക്കെ തടയാനായിട്ട് സഹായിക്കും.
ബ്രഷ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമാകുന്നില്ല. പല്ലിന് നമുക്ക് തടവലുകൾ കൊടുക്കണം. അതുപോലെ തവിടെണ്ണ ഉപയോഗിച്ച് നമുക്ക് പല്ല് തേക്കാം രാവിലെ. തവിടെണ്ണ ഉപയോഗിച്ച് ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ്. നാച്ചുറോപ്പതിക്കാർ ചെയ്യാറുണ്ട്. നാച്ചുറോപ്പതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പല്ല് തേക്കാൻ പറയുന്നുണ്ട്. മുണയ്ക്കൊക്കെ മസാജ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തവിടെണ്ണ അല്പം കയ്യിലെടുത്ത് നമ്മുടെ പല്ലുകളിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിരാവിലെ പല്ലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് പല്ല് തേക്കാവുന്നതാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള രീതികൾ, പരീക്ഷണങ്ങൾ നമ്മുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു നമുക്ക് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ടൂത്ത് ബ്രഷ്, അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. കാവികോ ഇല്ല അൾട്രാ സോഫ്റ്റ് ടൂത്ത് ബ്രഷുകൾ മാത്രം ഉപയോഗിക്കുക. കാവികോ അൾട്രാ സോഫ്റ്റ് ടൂത്ത് ബ്രഷ്, ഇതിൻ്റെ വില 44 രൂപയാണ്. നമുക്ക് 37 രൂപയ്ക്ക് കിട്ടും. ഇത് 3 മാസം കൂടുമ്പം മാറണം. 3 മാസം കൂടുതൽ ഉപയോഗിക്കരുത്. അത് നമ്മൾ ആൾക്കാരോടൊക്കെ പറയണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് പൊടിയും. ഈ സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള പൊടിഞ്ഞ് നമ്മളെ വായിക്കകത്ത് തന്നെ ചെല്ലും. അപ്പം അങ്ങനെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ഉപയോഗിക്കുക. ഇതെല്ലാം ഈ പേസ്റ്റും പൗഡറും എല്ലാം നമ്മൾ മാറി മാറി ഉപയോഗിച്ച് നോക്കുക. വ്യത്യാസങ്ങൾ അനുഭവിച്ചറിയുക. കൂടുതലായിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. അപ്പോൾ നമുക്ക് കമ്പനിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ടൂത്ത് പേസ്റ്റിനെ കുറിച്ചും ടൂത്ത് ബ്രഷിനെ കുറിച്ചുമൊക്കെ പറയാനായിട്ടുള്ളത്. പിന്നെ അടങ്ങിയിരിക്കുന്ന പ്രധാന കണ്ടന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുക, അതിൻ്റെ വ്യത്യാസം അനുഭവിച്ചറിയാം. ഇനി ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് എനിക്കിന്ന് പറയാനായിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ ആർസിമിനെ കുറിച്ച് തന്നെ, ആർസിമിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വന്നു കഴിയുമ്പോൾ, ഇപ്പം ഏതാണ്ട് 1.5 വർഷം 2 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിലനിന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ബയോയേജ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുണ്ട്. ജീവിതാനുഭവങ്ങൾ, നമുക്ക് ഓരോ രോഗങ്ങൾ വരുമ്പോൾ, അസ്വസ്ഥതകൾ വരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് പറ്റും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും പറ്റും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർസിം എന്ന് പറയുന്നത് ഒരു മഹാഭാരതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാം അതിനകത്തുണ്ട്. അപ്പം വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയത്. അപ്പം മഹാഭാരതം എഴുതിയ വേദവ്യാസൻ അതാണ്ട് 3 വർഷം കൊണ്ടാണ് അത് എഴുതി തീർത്തതെന്നാണ് പറയുന്നത്. അതാണ്ട് 1.5 ലക്ഷം ശ്ലോകങ്ങൾ അതിനകത്തുണ്ട്. 1,25,000 സംസ്കൃത ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു മഹത്തായ കാവ്യമാണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് സംഗ്രഹിച്ചു, ഈ മഹാഭാരതത്തെ. അതിനെ പറയുന്നത് പരോപകാരമേ പുണ്യം, പാപമേ പരമപീഡനം എന്ന് പറഞ്ഞാണ് ആ കൃതി അവിടെ അവസാനിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, ആർസിഎമ്മും ഒരു പരോപകാരം, ഇതൊരു പരോപകാര പ്രവൃത്തിയാണ്. ആർസിഎമ്മിൻ്റെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ, അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന ഒരു വലിയൊരു പരോപകാരമാണ്. അപ്പോൾ അതിന് നമുക്ക് ഇന്ന് നമ്മൾ പലരെയും തേടിയാണ് പോകുന്നത് ഇത് പ്രചരിപ്പിക്കാനായിട്ട്. പക്ഷെ ഒരു കാലത്ത് ഇനി വരും നാളുകളിൽ നമ്മളെ തേടി ആൾക്കാർ വരും, അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തേടി ആൾക്കാർ വരണം. ആ രീതിയിൽ വരണമെങ്കിൽ നമ്മളിത് ഉപയോഗിക്കുന്നവരും ഇതിൻ്റെ ആ ഒരു നന്മ നമുക്ക് ചുറ്റുപാടും പറയാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മളെല്ലാവരും വരണം. അപ്പം അതിനായിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം. അതിൻ്റെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പങ്കെടുക്കണം, മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കണം. അതിനോട്ട് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് ഇത് വലിയൊരു വിജയമായിട്ട് മാറുന്നത്. ഇതിൻ്റെ വളർച്ച വളരെ വേഗത്തിൽ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ കാലമൊക്കെ വളരെ വേഗത്തിലാണ് ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്, പലതരത്തിലുള്ള ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളും നമുക്ക് ചുറ്റുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നിരുന്നു, കുറേ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളുമായിട്ട്. 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവന് കുറേ പാത്രങ്ങളും ഉൽപ്പന്നങ്ങളെല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ വിലയെല്ലാം ചോദിച്ചപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ ഞാൻ അവനോട് ആർസിഎമ്മിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവൻ കേട്ടിട്ടുണ്ട്, തൃശ്ശൂർ സ്വദേശിയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, ഇത് പെട്ടെന്ന് പൈസ കിട്ടത്തില്ല, പെട്ടെന്ന് പൈസ കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കമ്മീഷൻ തരണമെന്ന് ചോദിച്ചപ്പോൾ 20% കമ്മീഷൻ കിട്ടുന്നുണ്ട് പറഞ്ഞു.
20%. ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് വിട്ട് കഴിഞ്ഞാൽ 20 രൂപ കമ്മീഷൻ അവന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് പൈസ കിട്ടും. പറഞ്ഞു വന്നപ്പോൾ അവൻ്റെ അമ്മ RCMൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നിനക്ക് കിട്ടാമല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അല്ല അത് അമ്മ മരിച്ചു പോയി, അതുകൊണ്ട് ഇപ്പം ഞാനതിനകത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ചെറുപ്പക്കാരൊക്കെ ആഗ്രഹിക്കുന്ന പെട്ടെന്ന് പൈസ ഉണ്ടാകാനുണ്ട്. അപ്പോൾ ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു 2000 രൂപ കിട്ടണം. അപ്പോൾ അങ്ങനെ RCM നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാകുകയില്ല. ഇത് ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് അതിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ലാത്ത ഒരു സമൂഹവും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ വളരെ ക്ഷമയോടുകൂടിയും വലിയ ആർത്തിയൊന്നും കാണിക്കാതെ, ഇപ്പോൾ ബിസിനസ്സിനകത്ത് വേണ്ടത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ. ഒന്ന് ക്ഷമയും, 2 ആർത്തി ഇല്ലാതിരിക്കുക. അല്ലെ, പെട്ടെന്ന് പൈസ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല സംരംഭത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തുമാത്രം നമ്മൾ ക്ഷമയോടുകൂടി, വളരെ കരുതലോടുകൂടി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും നമ്മുടെ വാക്കുകൾ നമ്മൾ പാകപ്പെടുത്തി ഉപയോഗിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് ഒരു നന്മ നിറഞ്ഞൊരു പ്രസ്ഥാനത്തെ നമുക്ക് സമൂഹത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇന്ന് എവിടെ നോക്കിയാലും നമുക്കറിയാം പലതരത്തിലുള്ള കബളിപ്പിക്കലുകൾ, പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പം ധാരാളം കഴുകന്മാർ പറക്കുന്നിടത്ത് ഒരു മാടപ്രാവ് പറന്നു പോകുമ്പോൾ അതിനവിടെ ഒരു കൊത്തുകൊള്ളാതെ രക്ഷപ്പെടണമെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം സഞ്ചരിക്കാനായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു സഞ്ചാരപാതയിലാണ് നമ്മൾ. എതിർപ്പുകളാണ് കൂടുതലുണ്ടാവുക. അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പലതരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റുകളെ നമ്മൾ ഉപയോഗിച്ച് അതിനെപ്പറ്റി പഠിച്ച് അതിൽ ഒരു വിശ്വാസം അർപ്പിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിൽ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കി ക്ഷമയോടുകൂടി സമ്പത്തിനോട് വലിയ ആർത്തി ഒന്നും കാണിക്കാതെ, സമ്പത്ത് നമുക്ക് വന്നുകൊള്ളും, നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും ആരോഗ്യവും നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹവും കരുതലും നമ്മുടെ സഹോദരങ്ങളോടും അയൽവക്കക്കാരോടും കൂടി നിൽക്കുന്നവരോടുമൊക്കെയുള്ള പരിഗണനയും അവരെയും ഈ നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രദ്ധയും ഉത്സാഹവും ഒക്കെയാണ് നമുക്കൊരു ശക്തിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവേണ്ടത്. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ ഈ ഇന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാനിതിലൊക്കെ വളരെ താല്പര്യത്തോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, ഇപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു 49 വയസ്സായി, ഇതുവരെ ഞാനൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോയിട്ടില്ല. പല്ലുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ചെറുപ്പം മുതൽ എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. കാരണം ചാച്ചൻ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ ഇതുവരെ ഞാനൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ടില്ല. എൻ്റെ ഒരു പല്ലിനും കേടില്ല. ഒരു പല്ലും സിൽവർ മാർഗമോ ഗ്ലാസ് മാർഗമോ വെച്ചൊന്നും അടച്ചിട്ടുമില്ല. ഇനി അടയ്ക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ആഗ്രഹത്തിലാണ് സാറിനോട് ഞാനത് പറയുന്നത്. സാറിനെ വിളിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൊണ്ടൊക്കെ തന്നെയാണ് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും ഇതിനെ ഗൗരവമായിട്ട് കാണണം. പല്ലിൻ്റെ രോഗം ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തെയും ബാധിക്കുന്നതാണ്, നിസ്സാരമായിട്ട് കാണരുത്. അപ്പം ഈ ഗൗരവമേറിയ വിഷയത്തിന് പോകില്ല. ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമൊന്നുമല്ല എങ്കിൽ കൂടിയും ചില സന്ദർഭങ്ങളിൽ അത് ഗൗരവമായിട്ട് പറയാം. കാരണം പല്ലിന് വേദന വരുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ നമ്മൾ പല സാഹസങ്ങളും ആ സമയത്ത് ചെയ്യും. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആയുർവേദമൊക്കെ എങ്ങനെയാണ് പറയുന്നത്, അല്ലെ? ആയുർവേദമൊക്കെ പഠിക്കുമ്പോൾ ആയുഷ്കാമയെ എടുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം ദിനചര്യയും ഋതുചര്യയും ഉണ്ട്, അല്ലേ? ആരാണ് സ്വസ്ഥനായിട്ടിരിക്കുന്നവൻ, സ്വസ്ഥത എന്താണ്? അപ്പം അതിനകത്ത് പലതരത്തിലുള്ള ജീവിത രീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നാച്ചുറോപ്പതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പല്ല് തേക്കുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. എന്നാൽ നമ്മുടെ തലമുറകളെ നമ്മുടെ ചെറുതലമുറകളെയൊക്കെ പഠിപ്പിക്കണം, അവർക്ക് പരിശീലനമൊക്കെ കൊടുക്കണം, അവർക്ക് അത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ നമ്മുടെ സ്നേഹിതർക്കും നമ്മുടെ ബന്ധുക്കർക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത് പ്രചരിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഈ നന്മ നിറഞ്ഞ പ്രസ്ഥാനം സമൂഹത്തിന് മുഴുവൻ നന്മയായി, ഈ നാടിന് നന്മയായി, ഈ രാജ്യത്തിൻ്റെ നന്മയായി ഒക്കെ
പുറം ലോകത്ത് പോലും അറിയത്തക്ക തരത്തിൽ, മറ്റു രാജ്യങ്ങളിൽ പോലും അറിയത്തക്ക തരത്തിൽ വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് RCM അല്ലെ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന നമ്മുടെ ഈ പ്രസ്ഥാനം വളരണം, വളർത്തണം, വളരും എന്ന ഉറച്ച വിശ്വാസത്തോടെ എൻ്റെ ഈ ചെറിയ ക്ലാസ്സോടെ ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്ത ക്ലാസ്സുകൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.